നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഞാനപ്പോൾ ചോദ്യം അങ്ങനെ വായിക്കുന്നില്ല, അതിൽ എ ക്വസ്റ്റ്യൻ മാത്രം നോക്കാം. എ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദി സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട് എൻജോയ് ഡൂയിങ് ടുഗെദർ? ഉത്തരം ഏതാണ് അതിൽ? അതിൻ്റെ ഉത്തരം പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. ആൻസർ എ ആണ്. ഓക്കെ, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കിഡ്നസ് ഷൈനിങ് ഫ്രം ദ ഹേർട്ട് സേ എബൌട്ട് ഫ്രണ്ട്സ്? ഉത്തരം ഏതാണ്? സി ആണ്. ഏതാണ്? ഇറ്റ് സേസ് എബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഇറ്റ് സേസ് എബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. സി ആണേ. അതിൽ മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം? ആ പോയത്തിൽ ഏതാണ് ഇമോഷൻ ഉള്ളത്? ഓപ്ഷൻ ബി ജോയ് ആണ് ആൻസർ. ഇനി അതിൽ ഡി കൂടി നോക്കാം. എന്താണ് ഡിയിൽ പറയുന്നത്? യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗെദർ. റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗെദർ. ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് എഴുതാം. ഇനി സ്യൂറ്റബിൾ ആയിട്ടുള്ള രണ്ടെണ്ണം നമുക്ക് ഇതിൽ എഴുതാം. ഏതെഴുതിയാലും മാർക്ക് കിട്ടും. ആക്ടിവിറ്റി 2 കൊടുത്തത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് വെച്ചാൽ അവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത വാക്ക് എഡിറ്റ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ് ഇറ്റ്സ് എ നെയിം, അതിന് വര ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ നെയിം അല്ല, നെയിം ഈസ്. പിന്നെ അടുത്തത് ഐ സ്മോൾ ലെറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. ഐ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. പിന്നെ അടുത്തത് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണോ? അല്ല, ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ചെയ്തിട്ട് എഴുതാം. അവസാനം വരുന്നത് ആൻ ചേർത്തിട്ടുണ്ട് അല്ലേ? ആനല്ലല്ലോ വേണ്ടത്, അവിടെ ആർട്ടിക്കിൾ. ആൻ യൂലല്ലോ, വൊവൽസ് അല്ലല്ലോ. എ ഗുഡ് ഗേൾ, എ ആണ് വേണ്ടത്, ആനല്ല എ. പിന്നെ ലാസ്റ്റ് വൺ ബൈ ഉണ്ട്, അവിടെ പ്രിപ്പോസിഷൻ ആണ്. ബൈ അല്ല, ടു സ്കൂൾ, ടു ആണേ, ടു. അപ്പോൾ മനസ്സിലായല്ലോ, എഡിറ്റിങ്ങിൽ 2 ആണ് ലാസ്റ്റ്. അതിന് തൊട്ട് മുമ്പ് ആർട്ടിക്കിൾ എ ഗുഡ് വരും. പിന്നെ ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട്. പിന്നെ ഐ ക്യാപിറ്റൽ ലെറ്റർ. പിന്നെ നെയിം ചേർത്ത് നെയിം ഈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ആക്ടിവിറ്റി ചെയ്തു. മൂന്നാമത് തോട്ട്സ് ആണ്, തോട്ട്സ് എഴുതാനാണ്. തോട്ട്സൊക്കെ ഓരോ കുട്ടിയുടെ ഭാവനക്കനുസരിച്ച് എഴുതിയതിനായിരിക്കും മാർക്ക് കിട്ടുക. അപ്പോൾ ഈ 2 ആക്ടിവിറ്റിയും സിമ്പിളാണ്. നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവർക്കും.